പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 26-ാം തിരുവചനം. ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളേക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. തനിക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിപ്പിച്ചത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പഴയ നിയമത്തിലെ മോശയുടെ ജീവിതത്തെ നിർവചിക്കുന്നത് ഈ തിരുവചനത്തിലൂടെയാണ്. നിന്ദനങ്ങളെ നിധിയേക്കാൾ വലിയ സമ്പത്തായി കണ്ട മോശയെ വളരെ മനോഹരമായി തന്നെ പൗലോസ് അപ്പോസ്തലൻ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നു. കർത്താവിനു വേണ്ടി നിന്ദനം സഹിക്കുവാൻ കിട്ടിയ അവസരത്തെ വിലമതിക്കാനാകാത്ത സമ്പത്തായി കാണാൻ സാധിക്കുന്ന വിശ്വാസം മോശയ്ക്കുണ്ടായിരുന്നു. കാരണം മോശ തൻ്റെ കണ്ണ് ഉറപ്പിച്ചത് തനിക്ക് ദൈവം സ്വർഗത്തിൽ തരാനിരിക്കുന്ന പ്രതിഫലത്തിലായിരുന്നു. ഇന്ന് ഈശോ നമ്മളെയും വിളിക്കുന്നത് നമുക്ക് കർത്താവ് തരാനിരിക്കുന്ന സ്വർഗീയ സമ്മാനത്തിൽ കണ്ണുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാനാണ്. തിരുസഭയുടെ ചരിത്രത്താളുകളിൽ ഈ സ്വർഗീയ പ്രതിഫലത്തിൽ കണ്ണുറപ്പിച്ചുകൊണ്ട് നിന്ദനങ്ങളെയും പീഡകളെയും നിധികളേക്കാൾ വലിയ സമ്പത്തായി കണ്ട ജീവിച്ച വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. ഈ തിരുവചനം നമ്മുടെയും കണ്ണുകളെ പ്രകാശിപ്പിക്കട്ടെ. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കർത്താവ് നമുക്ക് തരാനിരിക്കുന്ന സ്വർഗീയ സമ്മാനത്തിൽ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രത്യാശയോടുകൂടെ മുന്നോട്ട് നീങ്ങുവാൻ നമ്മളെയും ഈശോ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.